ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഹരി ഓം. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 179 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചു നിർത്തിയത്. ഇന്ന് 180, 181, 182, 183 വരെ, ലാസ്റ്റ് വരെയുള്ളത് ഇന്ന് പഠിക്കാൻ പോവാം. അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം ഞാൻ ഇന്നൊന്ന് വായിക്കാം. യോനിമുദ്രാ ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡദ്വാതീതരൂപിണി അവ്യാജ കരുണാമൂർത്തി അജ്ഞാനദ്വാന്തദീപിക ആബാലഗോപവിദിത സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത്രിപുരസുന്ദരീ ശ്രീ ശിവ ശിവശക്തൈക്യരൂപിണി ലളിതാംബിക ശ്രീ ശിവ ശിവശക്തൈക്യരൂപിണി ലളിതാംബിക ശ്രീ ശിവ ശിവശക്തൈക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാദേവ്യാ നാംനാം സാഹസ്രകം ജഗോ. ഇതി ബ്രഹ്മാണ്ഡപുരാണേ ഉത്തരഖണ്ഡേ ശ്രീ ഹയഗ്രീവാഗസ്ത്യ സംവാദേ ശ്രീ ലളിതാ സഹസ്രനാമസ്തോത്രം നാമ ദ്വിതീയോധ്യായഃ. ഗംഗാ ഭവാനി ഗായത്രി കാളി ലക്ഷ്മി സരസ്വതി രാജരാജേശ്വരി ബാല ശ്യാമളാ ലളിതാ ദശ. ഗംഗാ ഭവാനി ഗായത്രി കാളി ലക്ഷ്മി സരസ്വതി രാജരാജേശ്വരി ബാല ശ്യാമളാ ലളിതാ ദശ. ഗംഗാ ഭവാനി ഗായത്രി കാളി ലക്ഷ്മി സരസ്വതി രാജരാജേശ്വരി ബാല ശ്യാമളാ ലളിതാ ദശ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമ. ഓം ശ്രീ ലളിതാദേവ്യൈ നമ. അപ്പോൾ 180 മുതൽ ലാസ്റ്റ് വരെയുള്ള ശ്ലോകങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചു നിർത്തിയത്. ഇനി നമ്മൾക്കതിൽ നിന്ന് ഓരോ ശ്ലോകങ്ങൾ എടുത്തിട്ട് ഓരോ നാമത്തിൻ്റെ അർത്ഥം നോക്കാം. ആദ്യത്തെ ശ്ലോകം യോനിമുദ്രാ ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി. 8 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. 8 നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യോനിമുദ്ര, ത്രികണ്ഠേശി, ത്രിഗുണാംബ, ത്രികോണക, അനഘ, അത്ഭുത ചാരിത്ര, വാഞ്ചിതാർത്ഥപ്രദായിനി. ഇവിടെ ത്രിഗുണ അംബിക എന്ന് 2 ആക്കി എടുക്കാം. ത്രിഗുണാംബികയെ 2 നാമങ്ങളാക്കി എടുക്കാം. അപ്പം ത്രിഗുണ എന്നൊരു നാമവും അംബിക എന്ന് വേറൊരു നാമാക്കി. അപ്പം ത്രിഗുണ അംബിക എന്ന് 8 നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം. യോനിമുദ്ര, ത്രികണ്ഠേശി, ത്രിഗുണ, അംബിക, ത്രികോണക, അനഘ, അത്ഭുത ചാരിത്ര, വാഞ്ചിതാർത്ഥപ്രദായിനി. 8 നാമങ്ങൾ. ഇനി ആദ്യത്തെ നാമം എടുത്തിട്ട് നോക്കാം. ആദ്യത്തെ നാമാണ് യോനിമുദ്ര. നമ്മൾ മുദ്രകൾ 10 മുദ്രകളെ പറ്റി പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ യോനിമുദ്രാ രൂപത്തിലുള്ളവൾ. യോനിമുദ്ര എന്താണെന്ന് ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു. ആ 10 മുദ്രകളിൽ
അതായത് നവ ആവരണ പൂജയിൽ 9ാമത്തെ ആവരണം, ആ ആവരണത്തിലെ മുദ്രയാണ് ശ്രീചക്രത്തിൻ്റെ മുദ്ര. ദേവത, ആ ദേവതയുടെ പേരാണ് യോനിമുദ്ര. അപ്പോൾ ആ യോനിമുദ്രാ ദേവിയാകുന്നു. ഈ മുദ്രാരൂപത്തിൽ, ഈ യോനിമുദ്രയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ യോനിമുദ്ര എന്ന് ദേവിക്ക് പേര്. 2ാമത്തെ നാമാണ് ത്രിഖണ്ഡേശി. ത്രിഖണ്ഡ, നമ്മൾ 10ാമത്തെ മുദ്രയാണ് ത്രിഖണ്ഡ അല്ലേ? 10 മുദ്രകളിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ മുദ്രയാണ് ത്രിഖണ്ഡ. സർവസംക്ഷോഭിണി, സർവവിദ്രാവിണി, സർവാകർഷിണി, സർവശങ്കരി, സർവ ഉന്മാദിനി, ഇങ്ങനെ തുടങ്ങി 10ാമത്തെ യോനി മുദ്ര 9ാമത്തെ 10ാമത്തെ ത്രിഖണ്ഡ. ഈ ത്രിഖണ്ഡാദേവി ദശമുദ്രയിൽ ത്രിഖണ്ഡ എന്ന ദേവിയായിട്ട് ആ രൂപത്തിൽ അറിയപ്പെടുന്നവൾ ദശമുദ്ര. ആ ത്രിഖണ്ഡ എന്ന മുദ്രയിൽ അറിയപ്പെടേണ്ടവൾ എന്നർത്ഥം, അല്ലെങ്കിൽ അറിയപ്പെടുന്നവൾ. പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ 3 കൂടങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. വാക്പൈവകൂടം, മധ്യകൂടം, ശക്തികൂടം അല്ലേ? 3 കൂടങ്ങൾ. ഈ 3 കൂടങ്ങളെ 3 ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യഖണ്ഡം, ചന്ദ്രഖണ്ഡം, അഗ്നിഖണ്ഡം അല്ലേ? അപ്പോൾ ഈ ഖണ്ഡങ്ങളിൽ എല്ലാത്തിനെയും ഈശിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഭരിക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ ഖണ്ഡങ്ങളെ ഈശിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ത്രിഖണ്ഡേശി എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമാണ് ത്രിഗുണ. എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളിലും 3 ഗുണങ്ങളോടും കൂടിയവൾ, അല്ലെങ്കിൽ 3 ഗുണങ്ങളുടെയും രൂപത്തിൽ ഇരിക്കുന്നവൾ എന്നൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ച സൃഷ്ടി നടത്താനായിട്ട് ഈ 3 ഗുണങ്ങൾ ഉപയോഗിച്ചാണ് ദേവി പ്രപഞ്ച സൃഷ്ടി നടത്തിയത്. അപ്പോൾ പ്രകൃതി സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് പേര് ത്രിഗുണ എന്ന്. അടുത്ത നാമം അംബ. ത്രിഗുണ അംബ എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇവിടെ അംബ എന്ന് വേറെ എടുക്കുക നമ്മൾ. അംബ എന്ന് പറഞ്ഞാൽ അമ്മ എന്നർത്ഥം. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ അമ്മ ആരാണ്? ദേവിയാണ്. അതുകൊണ്ടാണ് ദേവിക്ക് ജഗന്മാതാവ് എന്ന് പേര് വന്നത്. ജഗത്തിൻ്റെ മുഴുവൻ അമ്മ, ജഗദംബ എന്ന്. അപ്പോൾ ഇവിടെ അംബ അമ്മയാണ്, ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ് ദേവി. അതുകൊണ്ട് അംബ. അടുത്ത നാമാണ് ത്രികോണക. നമ്മുടെ ശ്രീചക്ര ഉപാസന രീതിയിൽ നമ്മൾ ഉപാസിക്കുമ്പോൾ അതിൻ്റെ ഈ 9 ചക്രങ്ങളും കറങ്ങി നടുവിൽ ചെല്ലുമ്പോൾ ഒരു ബിന്ദു ഉണ്ട്, ത്രികോണം. അതിലൊരു ബിന്ദു ഉണ്ട്. ആ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവൾ, ഗമിച്ചവൾ. ഗ എന്ന് പറഞ്ഞാൽ ഗമിക്കുക. അപ്പോൾ ആ ത്രികോണത്തിൽ ഗമിച്ചവൾ എന്ന അർത്ഥത്തിൽ ദേവിക്ക് ത്രികോണക എന്ന് പേര്. ഇനി അത് ഈ 9 ത്രികോണങ്ങളും 5 ശക്തിചക്രങ്ങളും 4 ശിവചക്രങ്ങളുമാണ്. അങ്ങനെയാണ് 5 4 9 ചക്രങ്ങൾ വന്നത്. അപ്പോൾ അതിൽ ഗമിച്ചവൾ എന്ന അർത്ഥത്തിൽ ത്രികോണക. അടുത്ത നാമം അനഘ. അഖം എന്ന് പറഞ്ഞാൽ പാപം. അനഘ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഖത്തിൻ്റെ ഓപ്പോസിറ്റ്. അതായത് അഖ എന്ന് പറഞ്ഞാൽ പാപമുള്ളവൾ, അനഘ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവൾ. അപ്പം ദേവി പരിശുദ്ധയാണ്, നിഷ്കളയാണ്, നിർമ്മലയാണ്, പരിശുദ്ധയാണ്. അതുകൊണ്ട് അതായത് നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലങ്ങൾ നമുക്ക് പാപപുണ്യങ്ങളായിട്ട് നമുക്കൊക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ദേവിയെ ഇതൊന്നും ബാധിക്കുന്നില്ല. ദേവിക്ക് പാപവും ഇല്ല, ഗുണവും ഇല്ല, ഒന്നുമില്ല. കർമ്മമേ ദേവിയുടെ കർമ്മം സൃഷ്ടി സ്ഥിതി സംഹാരമാണ്. അത് ദേവിക്ക് അതിൽ ഫലം ഒന്നും ഇതില്ല. അതുകൊണ്ട് ദേവി പാപവും ഉണ്ടാകുന്നില്ല. ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പാപം എവിടെ നിന്നുണ്ടാകാനാ? അപ്പോൾ ദേവി അനഘയാണ്. അതുകൊണ്ട് ദേവിക്ക് പേര് അനഘ എന്ന്. അടുത്ത നാമം അത്ഭുത ചാരിത്ര. ചാരിത്രം എന്ന് പറഞ്ഞാൽ പതിവ്രത, ഭർത്താവിനോട് ഭക്തിയുള്ളവൾ,
അല്ലെങ്കിൽ ഭർത്താവിനോട് പ്രേമമുള്ളവളൊക്കെയാണ് ഈ പതിവ്രത. അപ്പം ചാരിത്രത്തിൽ ദേവിയെ വെല്ലാൻ വേറെ ആരുമില്ല അല്ലേ? ദേവിയോടുകൂടി മഹാദേവൻ എപ്പോഴും ഉണ്ട്. ഒരു പ്രളയം വന്നപ്പോഴും ദേവി മാത്രം ശേഷിച്ചപ്പോഴും ദേവിയുടെ കൂടെ മഹാദേവനുണ്ടായിരുന്നു. കാരണം ദേവി സുമംഗലിയാണ്, അതുകൊണ്ട്. അപ്പം ഇവിടെ അത്ഭുതമായ ചാരിത്രത്തോടു കൂടിയവളെന്ന അർത്ഥത്തിൽ ചാരിത്ര എന്നും അത്ഭുത ചാരിത്ര എന്നും. ഇനി വേറൊരു അർത്ഥം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അത് വായിച്ചാൽ അത്ഭുത ചരിത്ര എന്നും എടുക്കാം. അത്ഭുത ചരിത്ര എന്നെടുക്കുകയാണെങ്കിൽ ദേവിയുടെ ചരിത്രം നമ്മൾ പഠിച്ചതാണ്. ദേവി മഹാത്മ്യത്തിലും ദേവി ഭാഗവതത്തിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്. എത്രയോ അസുരന്മാരെ ദേവി കൊന്നൊടുക്കി. അപ്പോൾ ആ ദേവിയുടെ എല്ലാ രൂപങ്ങളും പുറത്തു വന്നു. ദേവി ആ രൂപങ്ങൾ എടുത്തുകൊണ്ട് അസുരന്മാരെ കൊന്ന ചരിത്രങ്ങൾ. അങ്ങനെ ചരിത്രമായി നോക്കിയാലും ദേവിയുടെ ചരിത്രം അത്ഭുതമാണ്. അതുകൊണ്ട് ദേവിക്ക് അത്ഭുത ചരിത്ര എന്നും പേര്. അപ്പം ചരിത്ര എന്നും ചാരിത്ര എന്ന് പറഞ്ഞാലും രണ്ടും ഇതാണ്. ഇപ്പം ചരിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ദേവി മഹാത്മ്യം മാത്രം എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ ലളിതോപാഖ്യാനം കഥ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഭണ്ഡാസുരനെ കൊല്ലുന്ന കഥ, ഭണ്ഡാസുരപുത്രന്മാരെ കൊല്ലുന്ന കഥ, ഇതെല്ലാം എടുത്താലും അത്ഭുതം തന്നെ ദേവിയുടെ ചരിത്രം. അതുകൊണ്ട് ദേവിക്ക് അത്ഭുത ചാരിത്ര അല്ലെങ്കിൽ അത്ഭുത ചരിത്ര എന്ന് പേര്. അടുത്ത നാമം, ലാസ്റ്റ് നാമം വാഞ്ചിതാർത്ഥപ്രദായിനി. വാഞ്ചിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താ അതിന് അഭീഷ്ടം, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം, അല്ലെങ്കിൽ എന്താ അതിന് പറയുക, വാഞ്ചിതം. വാഞ്ചിതങ്ങളായ അർത്ഥങ്ങളെ പ്രദായിനി എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ദായിനി എന്ന് പറഞ്ഞാൽ നൽകുന്നവൾ, പ്രദായിനി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ നൽകുന്നവൾ, ദാനം ചെയ്യുന്നവൾ. പ്രദായിനി പ്രകർഷേണ ദാനം ചെയ്യുന്ന. അപ്പം വാഞ്ചിതാർത്ഥപ്രദായിനി എന്ന് പറഞ്ഞാൽ അഭീഷ്ടങ്ങളെ പ്രകർഷേണ ദാനം ചെയ്യുന്നവൾ, വാഞ്ചിതങ്ങളായ അർത്ഥങ്ങളെ നൽകുന്നവൾ അല്ലേ? 4 പുരുഷാർത്ഥങ്ങൾ അതൊക്കെ നൽകുന്നതൊക്കെ ആരാണ്? ദേവി തന്നെയാണ്. അപ്പം സർവ അഭീഷ്ടപ്രദായിനിയാണ് ദേവി. ആഗ്രഹിക്കുന്ന എല്ലാം നൽകുന്നവളാണ്. അപ്പോൾ നമ്മൾ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധിക എന്ന് പറയുന്നില്ലേ? എല്ലാ അർത്ഥങ്ങളും സാധിച്ചു കൊടുക്കുന്നവൾ. അതാണ് ഇവിടെ വാഞ്ചിതാർത്ഥപ്രദായിനി, സർവാർത്ഥ സാധിക, അതാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് വാഞ്ചിതാർത്ഥപ്രദായിനി എന്ന് പേര്. ഇനി ഈ ശ്ലോകം ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ, യോനിമുദ്രയുടെ രൂപത്തിലുള്ളവൾ, ത്രികണ്ഠേശി 3 ഖണ്ഡങ്ങളെയും ഈശിക്കുന്നവൾ, ത്രിഗുണ 3 ഗുണങ്ങളോടുകൂടിയവൾ, അംബ അമ്മ, ത്രികോണക ത്രികോണത്തിൽ ഗമിച്ചവൾ, അനഘ അഖങ്ങളൊന്നുമില്ലാത്തവൾ, പാപമില്ലാത്തവൾ എന്നർത്ഥം. അത്ഭുത ചാരിത്ര, അത്ഭുതമായ ചാരിത്ര്യ പാതിവൃത്യത്തോടു കൂടിയവൾ എന്നൊരർത്ഥം, അല്ലെങ്കിൽ അത്ഭുതമായ ചരിത്രങ്ങളോടുകൂടിയവൾ എന്ന് വേറൊരർത്ഥം. ഇനി വാഞ്ചിതാർത്ഥപ്രദായിനി, അഭീഷ്ടസിദ്ധികളെയൊക്കെ അല്ലെങ്കിൽ അഭീഷ്ട അർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നതെല്ലാം പ്രകർഷേണ ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ വാഞ്ചിതാർത്ഥപ്രദായിനി. അപ്പോൾ ഈ ശ്ലോകം യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി. അടുത്ത ശ്ലോകം അഭ്യാസാതിശയജ്ഞാത ഷഡാദ്വാതീതരൂപിണി അവ്യാജ കരുണാമൂർത്തി അജ്ഞാനാധ്വാന്തദീപിക. അഭ്യാസ അതിശയജ്ഞാത ആദ്യത്തെ നാമം, ഷഡാദ്വാതീതരൂപിണി രണ്ടാമത്തെ നാമം, അവ്യാജ കരുണാമൂർത്തി മൂന്നാമത്തെ നാമം, അജ്ഞാന അധ്വാന്തദീപിക നാലാമത്തെ നാമം. 4 നാമങ്ങളാണ്, 8 അക്ഷരം വരുന്ന 4 നാമങ്ങൾ. ആദ്യത്തെ നാമം അഭ്യാസ അതിശയജ്ഞാത. അഭ്യാസം എന്ന് പറയുന്നത് ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ അഭ്യാസം എന്ന് പറയുന്നു. അപ്പം അഭ്യാസം കൊണ്ട് അതിശയമായ, ജ്ഞാതം എന്ന് പറഞ്ഞാൽ അറിവ്,
അപ്പം അഭ്യാസം കൊണ്ട് അറിയപ്പെടുന്നവളാണ് ദേവി. അഭ്യാസം ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ചെയ്യുന്നതിനെ അഭ്യാസമെന്നും അതിൽ പരിചയം നേടുന്നു. ഒരു കാര്യം ഇപ്പം വാളുപയോഗിച്ച് വാളുകൊണ്ട് യുദ്ധം ചെയ്യാനോ തോക്ക് കൊണ്ട് വെടിവിടാനോ ഒക്കെ നമുക്ക് അഭ്യാസം വേണം. ഒരു പ്രാവശ്യം ചെയ്താൽ ശരിയാവില്ല, പല പ്രാവശ്യം ചെയ്യണം. അതുപോലെ ദേവിയെ ഇവിടെ അഭ്യാസ അതിശയം കൊണ്ട് അറിയപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് അഭ്യാസ അതിശയ ജ്ഞാത, അറിയപ്പെടുന്നവൾ. ഏതൊരു കലയും പ്രവർത്തിക്കുമ്പം അത് നല്ലതുപോലെ ഇപ്പം കുട്ടികളെ നമ്മൾ നൃത്തം പഠിപ്പിക്കാൻ വിടുന്നു. ആദ്യം ചെല്ലുമ്പോഴേ അവർ നൃത്തക്കാരിയായി മാറുന്നുണ്ടോ? ഇല്ല. പല പ്രാവശ്യം ചെയ്ത് പരിശീലിച്ചതിന് ശേഷമാണ് അതിൽ ഇത് കിട്ടുന്നത്. അതുപോലെ നല്ലതുപോലെ ഏതൊരു കലയും നല്ലതുപോലെ പ്രവർത്തിക്കുകയും പരിചയിക്കുകയും ചെയ്താലേ അത് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ദേവി. അതിശയമായ അഭ്യാസം കൊണ്ട് അറിയപ്പെടുന്നവളാണ് ദേവി. ഗഹനമായ വിഷയങ്ങൾ പോലും പല പ്രാവശ്യം നമുക്ക് അഭ്യസിക്കേണ്ടി വരും. അപ്പോൾ അഭ്യാസം കൊണ്ട് അറിയപ്പെടുന്നവളെന്ന അർത്ഥത്തിൽ അഭ്യാസാതിശയജ്ഞാത എന്ന് ദേവിക്ക് പേര് അല്ലേ. ഇവിടെ 6-ാം അധ്യായത്തിൽ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാ ശാസ്ത്രങ്ങളും അഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് അല്ലേ. 6-ാം അധ്യായത്തിൽ ഗീതയിൽ അഭ്യാസ വൈരാഗ്യം കൊണ്ടേ മനസ്സിനെ നേടാൻ പറ്റൂ എന്ന് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു 6-ാമത്തെ അധ്യായത്തിൽ. അതുപോലെ ഇവിടെയും ദേവിയെ അറിയണമെങ്കിൽ നിരന്തരം അഭ്യസിക്കണം ഉപാസനകൾ എന്നാണ്. അതുകൊണ്ട് ദേവിക്ക് പേര് അഭ്യാസാതിശയജ്ഞാത. അടുത്ത നാമം ഷഡ്അദ്വാതീതരൂപിണി. ഷഡ് എന്ന് പറഞ്ഞാൽ 6, അദ്വ എന്ന് പറഞ്ഞാൽ മാർഗം. അപ്പോൾ 6 മാർഗങ്ങളും 6 ദർശനങ്ങളും 6 മാർഗങ്ങൾക്കും 6 ദർശനങ്ങൾക്കും അതീതയായവൾ, അതിനെയൊക്കെ അതിക്രമിച്ചവൾ. എന്താണ് ഈ 6 മാർഗം? അദ്വ എന്ന് പറഞ്ഞാൽ മാർഗം, വഴി എന്നർത്ഥം. ഈ 6 മാർഗങ്ങൾ വർണ്ണം, പദം, മന്ത്രം, കല, തത്വം, ഭുവനം. അപ്പോൾ അതിനെ പറയുമ്പോൾ എങ്ങനെ പറയും? വർണ്ണാദ്വ, പദാദ്വ, മന്ത്രാദ്വ, കലാദ്വ, തത്വാദ്വ, ഭുവനാദ്വ, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ 6 മാർഗങ്ങളും, ഈ മാർഗങ്ങളെ അതിക്രമിച്ചവളാണ് ദേവി. അതുകൊണ്ട് ഈ മാർഗങ്ങളും കൂടാതെ 6 ദർശനങ്ങൾ എന്തൊക്കെയാണ്? സാഖ്യം, യോഗം, ന്യായം, വൈവേശികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇങ്ങനെയുള്ള 6 ദർശനങ്ങളെയും അതിക്രമിച്ചവൾ എന്നർത്ഥം. ഇതൊക്കെ പഠിക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ ഉപനിഷത്തിലൊക്കെ പോകണം. നമുക്കൊന്നും അതൊന്നും അറിഞ്ഞുകൂടാ. ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു തന്ന ആ ഇതിൽ പറയുന്നതാണ്. അത്രയും നമ്മൾ അതൊന്നും പഠിക്കേണ്ടത്. നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മതി അല്ലേ. അദ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളൊന്ന് സാമാന്യമായിട്ട് പഠിച്ചു പോകുന്ന അത്രയേ ഉള്ളൂ. അപ്പം 6 മാർഗങ്ങളെയും അദ്വങ്ങളെയും 6 ദർശനങ്ങളെയും അതിക്രമിച്ചവളായതുകൊണ്ട് ദേവിക്ക് ഷഡദ്വാതീതരൂപിണി എന്ന് പേര്. 6 അദ്വ മാർഗങ്ങളെ അതിക്രമിച്ച രൂപത്തോടു കൂടിയവൾ. അടുത്ത നാമം അവ്യാജ കരുണാമൂർത്തി. ഇവിടെ അവ്യാജ കരുണാമൂർത്തി, ദേവി വ്യാജമല്ലാത്ത കരുണയോട് കൂടിയവളാണെന്ന് പറയുന്നു. അപ്പം അവ്യാജമായ കരുണയുടെ മൂർത്തിയായിരിക്കുന്നവൾ, നിഷ്പക്ഷമായ കരുണയോട് കൂടിയവൾ എന്നൊക്കെ അർത്ഥം. അതായത് ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ അതേപോലെ ദേവി നമ്മളെ, മക്കളെ എല്ലാവരെയും കരുണയോടുകൂടി സംരക്ഷിക്കുന്നു. അപ്പോൾ ദേവിക്ക് പേര് ഒരു ഫലേച്ഛയുമില്ല. നമ്മളൊക്കെ മനുഷ്യർ മക്കളെ വളർത്തുന്നത് ഭാവിയിൽ അവർ നമ്മൾക്ക് ഉപകാരമാകും. നമ്മൾക്ക് വയ്യാതെയാകുമ്പോൾ അവർ നമ്മളെ നോക്കും, നമ്മൾക്ക് വേണ്ടതൊക്കെ അവർ തരും എന്നൊക്കെയുള്ള ഫലേച്ഛ കൊണ്ടാണ് നമ്മളൊക്കെ മക്കളെ വളർത്തുന്നത്. ദേവി അങ്ങനെയല്ല. ദേവിക്ക് യാതൊരു ഫലേച്ഛയുമില്ല. അങ്ങനെ അവ്യാജമായ കരുണയോടുകൂടി അവൾ എന്ന അർത്ഥത്തിൽ ദേവിക്ക്
അവ്യാജ കരുണാമൂർത്തി എന്ന് പേര്. ഇനി അടുത്ത നാമം, ലാസ്റ്റ് നാമം അജ്ഞാന അധ്വാന്ത ദീപിക. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ അല്ലേ, അധ്വാന്തം എന്ന് പറഞ്ഞാൽ ഇരുട്ട്. അപ്പം അജ്ഞാനമാകുന്ന ഇരുട്ട്. ദീപിക, ദീപിക പറഞ്ഞാൽ വിളക്ക്, ദീപം. അപ്പം അജ്ഞാനമാകുന്ന ഇരുട്ടിന് ദീപമാകുന്നവൾ എന്ന അർത്ഥത്തിൽ അജ്ഞാനാധ്വാന്ത ദീപിക എന്ന് ദേവിക്ക് പേര് അല്ലേ. ഒരു ഇരുട്ടത്ത് കൊണ്ട് ഒരു വിളക്ക് വെച്ചാൽ അതൊരു വെളിച്ചമായി മാറില്ലേ, ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്നു, അതാണ് വിളക്ക്. അതുപോലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി ജ്ഞാനമാകുന്ന വെളിച്ചം നൽകുന്നവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് അജ്ഞാന അധ്വാന്ത ദീപിക എന്ന് പേര്. അപ്പോൾ ഈ ശ്ലോകത്തിൽ അഭ്യാസാതിശയജ്ഞാത എന്ന് പറയുക, അഭ്യാസം കൊണ്ട് അഭ്യാസാതിശയം കൊണ്ട് അറിയപ്പെടുന്നവളെന്നും, ഷഡദ്വാതീത രൂപിണി എന്ന് പറഞ്ഞാൽ 6 മാർഗങ്ങൾ 6 ദർശനങ്ങളെ അതിക്രമിച്ചവൾ എന്ന അർത്ഥത്തിലും, അവ്യാജ കരുണാമൂർത്തി എന്ന് പറഞ്ഞാൽ അവ്യാജമായ കരുണയോട് കൂടിയവളെന്നും, അജ്ഞാന അധ്വാന്ത ദീപിക അജ്ഞാനമാകുന്ന ദ്വാന്തത്തിന് ദീപമായിരിക്കുന്നവൾ, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി അവിടെ ജ്ഞാനമാകുന്ന വെളിച്ചത്തെ നൽകുന്നവൾ ദേവി അജ്ഞാനാധ്വാന്ത ദീപിക. അപ്പോൾ ഈ ശ്ലോകം അഭ്യാസാതിശയജ്ഞാത ഷഡദ്വാതീതരൂപിണി അവ്യാജ കരുണാമൂർത്തി അജ്ഞാനാധ്വാന്ത ദീപിക. അടുത്ത ശ്ലോകം ആബാലഗോപവിദിത സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി. ആബാലഗോപവിദിത 8 അക്ഷരമുള്ള വലിയ നാമം, 4 നാമങ്ങളെ ഇതിലുള്ളൂ. ആബാലഗോപവിദിത സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി, 4 നാമങ്ങൾ. ആദ്യത്തെ നാമം ആബാലഗോപവിദിത. ആബാലഗോപം, ബാലന്മാർ തുടങ്ങി ഗോപന്മാർ വരെ, അതാണ് എല്ലാവരാലും അറിയപ്പെടുന്നവളെന്നർത്ഥം. സർവരാലും അറിയപ്പെടുന്നവൾ, വിദിത, സർവവിദിത എന്ന്. ഇപ്പോൾ ആ ബാല ഗോപവിദിത, ആ സമന്താത് ബാലന്മാർക്കും ഗോപന്മാർക്കും അറിയുന്നവൾ അല്ലേ, കുട്ടികൾക്കും ഇടയന്മാർക്കും എല്ലാവർക്കും അറിയുന്നവളാണ് ദേവി. സുലഭയാണ് എന്നർത്ഥം, സുലഭയായ ദേവി. ആബാലഗോപവിദിത, വിദിത എന്ന് പറയാൻ അറിയുക. ആബാലഗോപം എന്ന് പറഞ്ഞാൽ ബാലന്മാർ മുതൽ ഗോപന്മാർ വരെ എന്നർത്ഥം, എല്ലാവരും അറിയുന്നവൾ അല്ലേ, സർവരാലും അറിയുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം സർവാനുല്ലംഘ്യ ശാസന. സർവാൻ എല്ലാവരാലും, ഉല്ലംഘ്യം ലംഘിക്കാൻ പറ്റാത്തത് അല്ലേ, ലംഘിക്കാൻ പറ്റുന്നത്, അനുല്ലംഘ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശാസന എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ആജ്ഞയെയാണ് ഇവിടെ ശാസന എന്ന് പറയുന്നത്. അപ്പോൾ ദേവി ആജ്ഞാപിച്ചാൽ അതിനെ ലംഘിക്കാൻ പറ്റില്ല അല്ലേ. മഹാദേവനാണേലും മഹാവിഷ്ണു ആണേലും ബ്രഹ്മാവാണേലും അവരവരുടെ ജോലികളെല്ലാം ഓടി ഓടി നടന്ന് ചെയ്യുന്നത് ദേവിയുടെ ആജ്ഞപ്രകാരമാണ്. ദേവി ആജ്ഞാപിക്കുന്നു, അവരത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം സർവരാലും ലംഘിക്കാൻ പറ്റാത്ത ശാസനയോട് കൂടിയവൾ ദേവിയുടെ പുരികക്കൊടിയുടെ ഒരു തിളക്കം കൊണ്ട് തന്നെ ബ്രഹ്മാവ്, വിഷ്ണു, സദാശിവൻ, രുദ്രൻ തുടങ്ങിയവർ അവരവരുടെ കർമ്മങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്നെന്ന് പുരാണങ്ങളിലുണ്ട്. അപ്പം എല്ലാവരാലും അനുല്ലംഘ്യ ശാസനയോടുകൂടിയവളാണ് ദേവി. അതായത് ദേവിയുടെ ആജ്ഞയെ ആർക്കും ലംഘിക്കാൻ പറ്റില്ല എന്നർത്ഥം. അടുത്ത നാമാണ് ശ്രീചക്രരാജനിലയ. ശ്രീചക്രം എന്ന അല്ലേ ഉപാസനാ രീതിയിൽ ചക്രങ്ങളിൽ രാജാവായ ശ്രീചക്രത്തിൽ നിലയനം ചെയ്യുന്നവൾ എന്നർത്ഥം. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ ആ ബിന്ദുവിൽ
9 ആവരണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ 9 ആവരണങ്ങളും തീരുന്നിടത്തൊരു ബിന്ദുവുണ്ട്, ഒരു ത്രികോണമുണ്ട്. അതിനകത്ത് ആ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവി ശ്രീചക്രത്തിൻ്റെ ബിന്ദുവിൽ ശിവശക്തി ഐക്യത്തിൽ മഹാദേവൻ്റെ കൂടെ ഇരിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് ശ്രീചക്രരാജനിലയ എന്ന്. രാജാവെന്ന് പറഞ്ഞതുകൊണ്ട് രാജാവ് ശ്രീചക്രങ്ങളിൽ വെച്ച് എല്ലാ ചക്രങ്ങളിലും വെച്ച് രാജാവാണ് ശ്രീചക്രം. അപ്പോൾ അതിൽ നിലയനം ചെയ്യുന്നവൾ, ശ്രീചക്രത്തിൻ്റെ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നൊക്കെ അർത്ഥം. അടുത്ത നാമം അപ്പോൾ അവിടെ നമ്മൾ പണ്ട് നമ്മൾ കണ്ടു ഇല്ലേ, ശിവ സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകം ശിവശക്തിയുക്ത യതി ഭവതി യുക്തപ്രഭവിതം അല്ലേ, അല്ല ശിവശക്തിയുക്തോ യതി ഭവതി ശക്തിയ പ്രഭവിതും എന്ന് ശ്ലോകമുണ്ട്. ശിവശക്തി, ശിവൻ്റെ ശക്തിയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. ഇനി ശ്രീമത് ത്രിപുര സുന്ദരി അടുത്ത നാമം. ശ്രീമതിയായി ത്രിപുരൻ്റെ പത്നിയായി സ്ഥിതി ചെയ്യുന്നവൾ. ത്രിപുരൻ ആരാണ്? ശിവനാണ്. 3 പുരങ്ങളുണ്ട്. അപ്പം ത്രിപുരൻ ശിവൻ, സുന്ദരി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ പത്നി, ശിവൻ്റെ പത്നിയായവൾ, ത്രിപുരൻ്റെ മഹാദേവൻ്റെ പത്നി ആയി സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. കാളികാ പുരാണത്തിൽ പറയുന്നുണ്ട് 3 ശരീരങ്ങളെ ധരിച്ചിരിക്കുന്നവൻ. ആര്? ശംഭു. അപ്പം ഈ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ 3 ഉള്ളവൻ ത്രിപുരൻ മഹാദേവൻ. അപ്പം 3 ശരീരങ്ങളെ ധരിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ത്രിപുരൻ എന്ന് മഹാദേവന് പേര്. ആ ത്രിപുരൻ്റെ പത്നിയായിരിക്കുന്നവൾ, ശക്തിയായിരിക്കുന്നവൾ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ശംഭുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ബ്രഹ്മാവിനോ വിഷ്ണുവിനോ മഹാദേവനോ ചലിക്കണമെങ്കിൽ പോലും ശക്തിയായ, അവരുടെ ശക്തിയായ ദേവിയുടെ കൂടെ ഇരുന്നാലേ പറ്റൂ. ദേവിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മഹാവിഷ്ണു പണ്ട് മോഹിനിയായ കഥ, പാലാഴി കടഞ്ഞെടുത്ത് അമൃതെടുത്തപ്പോൾ അമൃതും കൊണ്ട് അസുരന്മാർ പോയതും അത് നേടാനായി മഹാവിഷ്ണു മോഹിനിയായിട്ട് വേഷം ധരിച്ചു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ദേവിയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതൊന്നും സാധിക്കില്ല. അപ്പം ഈ ശംഭുവിൻ്റെ ശരീരം 3ആയിട്ട് വിഭജിച്ച് അതിൽ മുകളിലത്തെ ഭാഗം ബ്രഹ്മാവ്, 5 മുഖമുള്ള ബ്രഹ്മാവായിരുന്നു. അതിൽ നിന്ന് ഒരു മുഖം മഹാദേവൻ നുള്ളിയെടുത്തു അഹങ്കാരം തീർക്കാനായിട്ട്. ഇപ്പം 4 മുഖൻ എന്നാണ് പറയുന്നത്. 4 മുഖേ ഉള്ളൂ ഇപ്പം, 5 മുഖം ഇല്ല. കാരണം 5ാമത്തെ മുഖം മഹാദേവൻ തന്നെ നുള്ളിക്കളഞ്ഞു, അഹങ്കാരമുഖമായിരുന്നു, അത് എടുത്തു കളഞ്ഞു. അപ്പം 4 മുഖൻ എന്നാണ് ബ്രഹ്മാവിനെ പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മാവും ആണ് മുകളിലത്തെ 5 ഭാഗം. ഇനി ബാക്കിയുള്ള മധ്യഭാഗം എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൻ്റെ ശരീരമാണ് മധ്യഭാഗം. അടുത്തതോ താഴെയുള്ള ഭാഗം 5 മുഖമുള്ള ആകാശം പോലെയുള്ള 4 കൈകളുള്ള ചന്ദ്രശേഖരൻ. അപ്പം ചന്ദ്രനെ ധരിച്ചിരിക്കുന്നു. അങ്ങനെ ശങ്കരശേഖരനായി തീർന്നു എന്നൊക്കെ, അത് പരമശിവൻ തന്നെയാണ് ആ ത്രിപുരൻ എന്നൊക്കെ കഥകളുണ്ട് കാളികാ പുരാണത്തിൽ. അപ്പം ഈ 3 പുരങ്ങളും 3 ശരീരങ്ങളും ഉള്ളവൻ എന്ന അർത്ഥത്തിൽ മഹാദേവന് ത്രിപുരനെന്നും, ത്രിപുരൻ്റെ പത്നി എന്ന സുന്ദരി എന്നവിടെ പറഞ്ഞതുകൊണ്ട് സൗന്ദര്യമുള്ളവൾ എന്നല്ല, പത്നി എന്ന് തന്നെ അർത്ഥം. അപ്പം ത്രിപുരൻ്റെ പത്നിയായി സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥം. ശ്രീമത്തായി അല്ലെങ്കിൽ ശ്രീമതിയായി ത്രിപുരൻ്റെ പത്നിയായി സ്ഥിതി ചെയ്യുന്നവളെന്ന് ശ്രീമത് ത്രിപുര സുന്ദരി എന്ന്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആപാലകോപവിദിത, എല്ലാവരാലും അറിയപ്പെടുന്നവൾ, സർവാനുല്ലംഘ്യ ശാസന, എല്ലാവരാലും ഉല്ലംഘനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ലംഘിക്കുക, അനുല്ലംഘനം ചെയ്യുക എന്ന് പറഞ്ഞാലോ ലംഘിക്കാതിരിക്കുക. അപ്പോൾ ദേവിയുടെ ശാസനയെ ലംഘിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ലംഘിക്കാൻ കഴിയാത്ത ശാസനയോടുകൂടിയവളെന്നൊക്കെ അർത്ഥം.
അടുത്തത് ചക്രരാജനിലയ. ചക്രങ്ങളിൽ രാജാവായ ശ്രീചക്രത്തിൽ നിലയനം ചെയ്യുന്നവൾ ശ്രീചക്രരാജനിലയ. ശ്രീമത് ത്രിപുര സുന്ദരി, ത്രിപുരൻ്റെ ശ്രീമത്തായി ത്രിപുരൻ്റെ പത്നിയായി സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ ശ്രീമത് ത്രിപുര സുന്ദരി. അപ്പോൾ ഈ ശ്ലോകം ആ ബാലഗോപവിദിത സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുര സുന്ദരി. അടുത്ത ശ്ലോകം ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. 3 നാമങ്ങളേ ഉള്ളൂ. 183 ശ്ലോകത്തിൽ അതോടുകൂടി സഹസ്രനാമം തീരുവാണ്. അപ്പം ശ്രീ ശിവ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ പത്നി അല്ലേ? ശിവ ആകാര സ്ത്രീലിംഗമാണ്. ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം. അപ്പം മംഗളനാണ് ശിവൻ. മംഗള എന്നാകുമ്പോൾ ശിവ എന്നല്ലേ? ശ്രീമതിയായിരിക്കുന്ന ശിവ എന്നർത്ഥം. കാമേശ്വരനായ മഹാദേവൻ്റെ പത്നിയായിരിക്കുന്നവൾ അർദ്ധനാരീശ്വരിയാണ് ദേവി. അപ്പം ശിവയും രണ്ടല്ല, ഒന്നാണ്. അത് സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ആ ശ്ലോകം കൊണ്ട് മനസ്സിലാക്കാം. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നചേദേവം ദേവോ നാകുശല സ്പന്ദിതുമപി. അത് സ്പന്ദിക്കാൻ പോലും കഴിയില്ല ശിവനോ വിഷ്ണുവിനോ രുദ്രനോ ആർക്കും ദേവിയുടെ സഹായമില്ലെങ്കിൽ. ശക്തിയായ ദേവി കൂടെയുണ്ടെങ്കിൽ ഇവർക്കൊക്കെ സ്പന്ദിക്കാൻ പോലും കഴിയൂ എന്ന് പറയുന്നുണ്ട് ശങ്കരാചാര്യർ. സ്പന്ദിക്കുക എന്ന് പറഞ്ഞാൽ അനങ്ങാൻ പോലും പറ്റില്ല. ദേവി കൂടെ ഇല്ലെങ്കിൽ വിഷ്ണുവിനോ രുദ്രനോ ഒരു വിലയുമില്ല, ബ്രഹ്മാവിനുമില്ല. ബ്രഹ്മാവിൻ്റെ കൂടെ സരസ്വതി ദേവി ഉള്ളതുകൊണ്ടാണ് ബ്രഹ്മാവിനെല്ലാം ചെയ്യാൻ സാധിക്കും. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാകുന്ന കർമ്മം ചെയ്യാൻ സഹായിക്കുന്നത് സരസ്വതി ദേവിയാണ്. അപ്പോൾ ദേവി വേണം. മഹാവിഷ്ണു പാലനം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു. സ്ഥിതിയെ ചെയ്യാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ദേവിയാണ് ആ ശക്തിയായ ദേവി മഹാലക്ഷ്മി. കൂടെ ഇല്ലെങ്കിൽ മഹാവിഷ്ണുവിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ രുദ്ര എന്ന ദേവി കൂടെ ഇല്ലെങ്കിൽ ഒന്നും അല്ലേ? പാർവതി ദേവി ശിവൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ശിവനെ സംഹാരം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ദേവിയുടെ ആ മാഹാത്മ്യത്തെ കാണിക്കുന്നു. അപ്പം ശ്രീമത് ത്രിപുര സുന്ദരി. ഇനി ശിവശക്തി ഐക്യരൂപിണിയാണ് പറഞ്ഞത്. ശിവൻ്റെയും ശക്തിയുടെയും ഏകീരൂപമായിരിക്കുന്നവൾ, അത് അർദ്ധനാരീശ്വരൻ തന്നെ, അർദ്ധനാരീശ്വരി. പകുതി നാരിയും പകുതി ശിവനുമായിട്ട്, ശിവനും ശക്തിയും ചേർന്ന. അതാണ് ഇവിടെ പറയുന്നത്. ശിവനും ശക്തിയും രണ്ടല്ല, ശിവനും ശിവയും ഒന്നാണ്. ഏതുപോലെയാണ്? എള്ളിനകത്ത് എണ്ണ എങ്ങനെയാണോ അതുപോലെ. എള്ളാട്ടുമ്പോഴല്ലേ എണ്ണ കിട്ടുള്ളൂ. എള്ളിൻ്റെ അകത്ത് എണ്ണയുണ്ട്, പക്ഷേ എള്ളിനെ കണ്ടാൽ എണ്ണ കാണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ മഹാദേവൻ്റെ ഉള്ളിൽ ശക്തി ദേവിയുണ്ട്, ദേവിയുടെ ഉള്ളിൽ മഹാദേവനുമുണ്ട്. അപ്പം എള്ളും എണ്ണയും പോലെയാണ് ശിവനും ശക്തിയും. അതാണ് ശിവശക്തി ഐക്യരൂപിണി. ശിവൻ്റെയും ശക്തിയുടെയും ഏകരൂപമായി ഐക്യമാർന്നിരിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത ലാസ്റ്റ് നാമാണ് ലളിതാംബിക. ലളിതയും അംബികയുമായി ഇരിക്കുന്നവൾ. ലളിതയാണ് ദേവി, അംബികയുമാണ്. അംബിക അമ്മയുമാണ്. അതുകൊണ്ട് ദേവിക്ക് പേര് ലളിതാംബിക. അപ്പം ഈ ശ്ലോകത്തിൽ ശ്രീ ശിവശക്തി ഐക്യരൂപ. ശ്രീ ശിവ എന്ന് പറഞ്ഞാൽ ശ്രീമതിയായിരിക്കുന്ന ശിവ, കാമേശ്വരൻ്റെ മഹാദേവൻ്റെ പത്നിയായിരിക്കുന്ന അർദ്ധനാരീശ്വരിയായിരിക്കുന്ന ദേവിയാണ് ശിവ. ഈ ശിവശക്തി ഐക്യരൂപിണി, ശിവനും ശക്തിയും ഐക്യരൂപേണ ഇരിക്കുന്ന രൂപത്തോടു കൂടിയവൾ. ശിവനും ശിവയും രണ്ടല്ല, ഒന്നാണ്. ശിവശക്തി ഐക്യം. ശിവനും ശക്തിയും ഐക്യരൂപേണ സ്ഥിതി ചെയ്യുന്നവൾ ലളിത അംബിക. ലളിതയും അംബികയുമായിരിക്കുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ഈ ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക 3 പ്രാവശ്യം പറയണം. അപ്പോൾ ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക.
ഇതോടുകൂടി നമ്മളുടെ 1000 പേരുകൾ ദേവിയുടേത് തീരുകയാണ്. ഇനി അതിൻ്റെ കൺക്ലൂഷൻ, അതായത് അത് തീർക്കുന്നത് ഏവം എന്ന് പറയാം ഇപ്രകാരം ശ്രീ ലളിതാ സഹസ്രനാമ്ന നാമങ്ങൾ, ശ്രീ ലളിതാദേവിയുടെ സഹസ്രം 1000 നാമങ്ങൾ, ബഹുവചനം നാമങ്ങൾ ജഗുഹു ഗാനം ചെയ്തു. ആദ്യം ആരാണിത് ഗാനം ചെയ്ത് തീർത്തത്? വാഗ്ദേവതമാർ അല്ലേ? വശിനി മുതലായ വാഗ്ദേവതമാർ. ആദ്യമേ നമ്മൾ തുടങ്ങുമ്പോഴേ കഥ പറഞ്ഞിരുന്നു. തുടക്കത്തിലേ മുതൽ കേട്ടു നോക്കുക, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം മുതൽ കേട്ടു നോക്കുക, കേൾക്കാത്തവർക്ക് മനസ്സിലാകും. ആദ്യം കഥ പറയുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് ഈ കഥ വന്നത്, ദേവിയുടെ സഹസ്രനാമം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ആദ്യം കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം വശിന്യാദി ദേവതമാരാണ് ഇത് ഗാനം ചെയ്തത്, പാരായണം ചെയ്തത്. ഇപ്പം നമ്മളെല്ലാവരും എന്നും ചൊവ്വയും വെള്ളിയും പ്രത്യേകിച്ച് ദിവസവും ലളിതാ സഹസ്രനാമം നമ്മൾ വായിക്കുന്നു. ഡെയിലി ചൊല്ലേണ്ടതാണ്. വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഈ സഹസ്രനാമം എന്നും ചൊല്ലണം. അതിനാണ് അർത്ഥം കൂടി പറഞ്ഞു തന്നാൽ തെറ്റാതിരിക്കാൻ വേണ്ടി. അർത്ഥം അറിഞ്ഞ് ചൊല്ലുമ്പോൾ അതിന് പ്രത്യേക ഒരു ഇതുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഏവം ശ്രീ ലളിതാദേവിയാ നാം സഹസ്രകം ജഗുഹു, ഇപ്രകാരം നമ്മൾ ലളിതാദേവിയുടെ 1000 പേരുകൾ ഗാനം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. അപ്പം ഇത് നമ്മൾ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപമായ ഹയഗ്രീവമൂർത്തിയും അഗസ്ത്യ മുനിയും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഈ ലളിതാ സഹസ്രനാമം ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ പറയുന്ന രൂപത്തിൽ, കഥ പറയുന്ന പോലെ അവർ രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ ഇവിടെ വശിന്യാദി ദേവതമാർ ഗാനം ചെയ്തു എന്ന് ആരാ പറയുന്നേ? ഹയഗ്രീവമൂർത്തി മഹാവിഷ്ണു തന്നെ ആരോട് പറയുന്നു? അഗസ്ത്യമുനിയോട്. അപ്പം ഇതിൽ നമ്മൾക്ക് എന്ത് ഊഹിക്കാം? മഹാവിഷ്ണു ദേവിയുടെ സഹസ്രനാമം അഗസ്ത്യമുനിയോട് പറഞ്ഞു കൊടുത്തു അല്ലേ? മഹാവിഷ്ണു തന്നെയാണ്, അവതാരമൂർത്തിയാണ് ഹയഗ്രീവൻ. ഹയം എന്ന് പറഞ്ഞാൽ കുതിര, ഹയഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത്. അപ്പം കുതിരയുടെ തലയും മനുഷ്യ ശരീരവുമായ രൂപമാണ് ഹയഗ്രീവമൂർത്തി. ആ ഹയഗ്രീവമൂർത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ആ ഹയഗ്രീവമൂർത്തി പറഞ്ഞു കൊടുത്തതാണ് അഗസ്ത്യമുനിയോട് ഇത് വശിന്യാദി ദേവതമാർ ഗാനം ചെയ്തു എന്ന്. അതുകൊണ്ട് നമ്മളോട് എന്താ പറയുന്നത്? അഗസ്ത്യമുനി നമുക്ക് വേണ്ടിയിട്ട് ഇത് തന്നു. അഗസ്ത്യമുനി അതിനെ നന്നായിട്ട് എഴുതിയിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങളും ജീവിച്ചു, ദേവിയുടെ അനുഗ്രഹം കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ ലളിതാ സഹസ്രനാമം. ഏവം ശ്രീ ലളിതാ സഹസ്രനാംനാം സാഹസ്രകം ജഗുഹു. എന്നിട്ട് പറയാണ് ഇത് ഇപ്രകാരം ബ്രഹ്മാണ്ഡപുരാണത്തിൽ. അപ്പം ഈ ദേവിയെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന ഇതിഹാസം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ബ്രഹ്മാണ്ഡപുരാണം എന്ന് പറയണം. അപ്പം ബ്രഹ്മാണ്ഡപുരാണത്തിൽ ശ്രീ ഹയഗ്രീവ അഗസ്ത്യ സംവാദേ, ശ്രീ ഹയഗ്രീവനും അഗസ്ത്യനുമായിട്ടുള്ള സംവാദത്തിൽ ശ്രീ ലളിതാ സഹസ്രനാമം സ്തോത്രം, ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന് നാമത്തോടു കൂടിയ 2ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു എന്ന് താല്പര്യം. അപ്പം ഇതി ബ്രഹ്മാണ്ഡപുരാണേ ഉത്തരഖണ്ഡേ ശ്രീ ഹയഗ്രീവ അഗസ്ത്യ സംവാദേ ശ്രീ ലളിതാ സഹസ്രനാമ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന പേരോടുകൂടിയ 2ാം അധ്യായം, ദ്വിതീയ അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഇനി 3ാം അധ്യായമുണ്ട്. 3ാം അധ്യായം അത് ഫലശ്രുതിയാണ്. അത് ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പറഞ്ഞു തരാം, കഥയോടുകൂടി. അതായത് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു തരണമല്ലോ, പഠിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആ സഹസ്രനാമം മുഴുവനും
ചൊല്ലി ഫലശ്രുതിയും ചൊല്ലി എന്നുള്ള നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഫലശ്രുതിയുടെ അവസാനം ദേവിയുടെ 10 പേര് പറയുന്നുണ്ട്. ആ 10 പേരൂടെ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിനെ നമുക്ക് സമാധാനിപ്പിക്കാം. ഫലശ്രുതിയും നമ്മൾ ചൊല്ലിയെന്ന്. അതുകൊണ്ട് നമുക്ക് ആ 10 പേരും കൂടി പറയാം. ഗംഗ, ഭവാനി, ഗായത്രി, കാളി, ലക്ഷ്മി, സരസ്വതി, രാജരാജേശ്വരി, ലളിത, രാജരാജേശ്വരി, ബാല, ശ്യാമള, ലളിത. 10 പേര്. ഒന്നും കൂടി പറയാം, എനിക്ക് തന്നെ സംശയം തോന്നിയതുകൊണ്ട്. ഗംഗ, ഭവാനി, ഗായത്രി, കാളി, ലക്ഷ്മി, സരസ്വതി, രാജരാജേശ്വരി, ബാല, ശ്യാമള, ലളിത. ഈ ആകാര ഈകാര ശ്രദ്ധിക്കണേ. ഈകാര ആകാര സ്ത്രീലിംഗങ്ങളാണ് ഈ പേരുകളെല്ലാം. അപ്പം ഗംഗ, ഭവാനി, ഗായത്രി, കാളി, ലക്ഷ്മി, സരസ്വതി, രാജരാജേശ്വരി, ബാല, ശ്യാമള, ലളിത. ഇതാണ് 10. അവിടെ ദശ എന്ന് ലാസ്റ്റ് പറഞ്ഞത് 10 എന്നുള്ള അർത്ഥത്തിൽ 10 പേരുകൾ ദേവിയുടെ. അത് ഫലശ്രുതി ചൊല്ലുന്നതിന് പകരമായി നമ്മൾ നമ്മുടെ മനസ്സമാനത്തിന് ഫലശ്രുതി ചൊല്ലി എന്നുള്ളതിന് ഇപ്പം ചൊല്ലിയതാണ്. ആ 10 പേരൂടെ പറഞ്ഞാൽ ദേവിയുടെ 10 പേരാണല്ലോ. എത്ര പ്രാവശ്യം പറയുന്നത് അത്രയും നല്ലത്, 3 പ്രാവശ്യം പറഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ലളിത സഹസ്രനാമ പഠനം ഇവിടെ അവസാനിച്ചു. ഫലശ്രുതി വേറൊരിക്കൽ മുഴുവനായിട്ട് വായിച്ചർത്ഥം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയോം. അമേ നാരായണ. സകലം ശ്രീ ലളിതാദേവി അർപ്പണമസ്തു. ഇനി നമ്മളിത് ചൊല്ലി മുഴുവനും പഠിച്ചു കഴിഞ്ഞു. ഒരപരാധം പറയാം. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്യ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി. യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധശതം കൃത്വാ ജഗദംബേതി ചോച്ഛരേത്. യാഗതീം സമവാപ്നോതി നദാം ബ്രഹ്മാദയസുരാഃ. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ. ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തഥാ കുരു. അജ്ഞാനാദ്വിസ്മൃതേർഭാന്ത്യാ യന്യൂനം അധികം കൃതം തത്സർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതാ സച്ചിദാനന്ദവിഗ്രഹേ ഗ്രഹാണാർച്ചമിമാം പ്രീത്യ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദിഗുഹ്യഗോപ്ത്രീത്വം ഗ്രഹാണസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വത്പ്രസാദാത് സുരേശ്വരി. ഗുഹ്യാദിഗുഹ്യഗോപ്ത്രീത്വം ഗ്രഹാണസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വത്പ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. നമഃചണ്ഡികായൈ നമഃ ശ്രീ ലളിതാദേവ്യൈ. ഇതോടുകൂടി ലളിതാ സഹസ്രനാമ പഠനം 2ാം അധ്യായം തീർന്നു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സകലം ശ്രീ ലളിതാദേവി അർപ്പണമസ്തു.